സംസ്ഥാനത്ത് കൊളറ കേസുകൾ വർദ്ധിക്കുന്നുവെന്ന് ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ട്. 8 വർഷത്തിനിടെ ഇന്നലെ ആദ്യമായി സംസ്ഥാനത്ത് കൊളറ മരണം റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ കൊളറ ബാധിച്ച് മരിച്ചത് കവടിയാർ സ്വദേശിയായ 63-കാരനാണ്. വിഷ്ണു കരുണാകരനുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ഗുരുതര പ്രശ്നമാണ്. എന്തൊക്കെയായിരിക്കും ഇനിയിപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായേക്കാവുന്ന നടപടികൾ? കാളിദാസൻ, ശരിക്കും ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഉള്ളത്. അതായത് ഇപ്പോൾ നിലവിൽ 10 വർഷത്തിനിടെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ 5 തവണയാണ് കോളറ വ്യാപനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 8 വർഷത്തിന് ശേഷമാണ് ഇന്നലെ ഒരു കോളറ മരണം റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരം കവടിയാറിലെ 63-കാരനാണ് മരിച്ചത്. അതോടൊപ്പം തന്നെ 2023-ൽ 26 കേസുകൾ റിപ്പോർട്ട് ചെയ്ത കണക്കുകൾ വന്നപ്പോൾ 2024-ലേക്ക് എത്തുമ്പോൾ അത് 35ആയി ഉയർന്നിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്തെ കോളറ കണക്കുകൾ നോക്കുമ്പോൾ പല സമയത്തും വ്യാപനം വ്യാപകമായിരുന്നു. അതിനുശേഷം കൃത്യമായി ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ഈ വേനൽക്കാല സമയങ്ങളിൽ കോളറ വ്യാപിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിനുള്ള ജാഗ്രതാ നിർദ്ദേശമായാണ് ഇതിനെ കണക്കാക്കുന്നത്. മാത്രമല്ല, ഈ കോളറ വ്യാപനത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 2014-17 വർഷങ്ങളിലൊക്കെ കോളറ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. 24-ൽ തന്നെ നെയ്യാറ്റിൻകരയിൽ ഒരാൾ പനി ബാധിച്ച് മരിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിൽ പോലും അത് കോളറയാണെന്നുള്ള സംശയമുണ്ടായിരുന്നു. പക്ഷേ മരണത്തിന് മുമ്പ് തന്നെ സാമ്പിളുകൾ ശേഖരിക്കാത്തതും പരിശോധിക്കാത്തത് കൊണ്ട് തന്നെ അത് സ്ഥിരീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോളറ മരണം ഇപ്പോൾ നിലവിൽ 2017-ന് ശേഷം 2025-ലേക്കാണ് വന്നിട്ടുള്ളത്. ഒരു മരണമാണെങ്കിൽ പോലും കോളറ മരണം ഉള്ളതുകൊണ്ടും കോളറ വ്യാപിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യം, കോളറ വ്യാപനം ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അതായത് ഈ മലിനമായ ജലത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ വൃത്തിയായി ഭക്ഷണം സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നിന്നും ഈ ഭക്ഷണം ഉപയോഗിക്കുന്നത് നിർത്തുക എന്നുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വളരെ സൂക്ഷ്മതയോടെ തന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും കോളറ വ്യാപനത്തിന്റെ ഒരു സാധ്യത മുന്നിൽ കാണുന്നത് കൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ 2025-ൽ ഇപ്പോൾ ഒരാൾ മരിച്ചതാണ് ഏറ്റവും വലിയ ഒരു ആശങ്കയായി കാണുന്നത്. ഏതായാലും നിലവിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാലും ഒരു ജാഗ്രത വേണം എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാളിദാസൻ. ശരി, വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.